എന്താണ് താങ്കളുടെ പേര്? എന്താണ് താങ്കൾക്കുള്ള പരാതി? ഞാനൊരു ദേവശേഖരനെ വിളിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ മാസം എനിക്ക് ഒരു വേക്കൻസിയിലും കയറുന്നതാണ്. പെയിന്റിംഗ് ജോബാണ്. വാൾ പെയിന്റിംഗ് എന്ന് പറഞ്ഞ ജോബിനാണ് ഇത് കയറിപ്പോയത്. എന്ത് വിസയായിരുന്നു? വാൾ പെയിന്റർ. വാൾ പെയിന്റർ. എന്നിട്ട് എന്താ സംഭവിച്ചേ? വാൾ പെയിന്റ്സിലൂടെ ആദ്യം ഒരു ഇന്റർവ്യൂ ചെയ്തായിരുന്നു. ആദ്യം ഇന്റർവ്യൂ ചെയ്തത്. ആ വീഡിയോ കോളോട് കോഴ്സ് വർക്കിന്റെ വർക്കാണ് ഞാൻ പെയിന്റിങ്ങിന്റെ വർക്കാണ് അറിയില്ലാന്ന് പറഞ്ഞു. ശരി വിളിക്കാന്ന് പറഞ്ഞു നമ്മൾ തിരിച്ചു വിട്ടു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ ശേഷം അവർ പിന്നെയും വിളിച്ച് അവർ വീണ്ടും ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ വരണമെന്ന് പറഞ്ഞു. ശരി പറഞ്ഞു. ഞാൻ തന്നെ വന്നു. പിന്നെ വന്നു കഴിയുമ്പോഴത്തേക്ക് കമ്പനിയിൽ ഒരാൾ വന്നിട്ടുണ്ട്. അവരാണ് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇന്റർവ്യൂ ചെയ്തിട്ട് നിങ്ങൾ കോഴിക്കോട് എടുക്കുന്നു. അറിയില്ല. ശരി വേണ്ട കാര്യങ്ങൾ ചെയ്ത് കാണിച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾ സെലക്ട് ആയിക്കോളാം പറഞ്ഞു. അങ്ങനെ എന്റെ വീട്ടിൽ ഒരു 10-25 പേരെ വിളിച്ചാൽ ഞങ്ങളവിടെ ഉണ്ടാവും. ഇതുവരെ മറ്റു കാര്യങ്ങളെങ്കിലും ചെയ്യിപ്പിച്ച് അതിനുശേഷം ചെയ്യിച്ച് ഒരു 10 പേർ സെലക്ട് ആയിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ഈ ഓഫീസിൽ നിന്ന് വിളിച്ചു. തീർച്ചയായിട്ടും മെഡിക്കൽ എടുക്കാനായിട്ട് കാണിക്കണം. മെഡിക്കൽ ചെയ്തു. അതിനുശേഷം ഒരാഴ്ച എടുത്തില്ല. അതിന് മുന്നേ തന്നെ വീണ്ടും വിളിവാണ്. നിങ്ങൾക്ക് വിസ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ടിക്കറ്റിന്റെ എമൗണ്ട് ആയിട്ട് ഈ ആഴ്ച അടയ്ക്കുവാണെങ്കിൽ 20,000 രൂപയാവുള്ളൂ. ഈ 20,000 രൂപ നിങ്ങൾ അടയ്ക്കണം. ടോട്ടലി നിങ്ങൾ എത്ര രൂപ വിസയ്ക്കും ടിക്കറ്റിനും കൂടി അടച്ചു? വിസയ്ക്ക് 55,000 പ്ലസ് 5,000 രൂപ അവിടെ ഒരു എന്ന് പറയുന്ന ചേട്ടനുണ്ട്. അപ്പൊ ആ ചേട്ടന്റെ കമ്മീഷനാണ്. 5,000 രൂപ അവിടെ ശരി 60,000 രൂപ അങ്ങനെ വിസയ്ക്കും കമ്മീഷനായിട്ട്. പിന്നെ ടിക്കറ്റ് 20,000 രൂപ അങ്ങനെ ടിക്കറ്റിനും കൂടെ ആയി. ടോട്ടലി 80,000 രൂപ. 80,000 രൂപ ആയി. പിന്നെ അതിന് ശേഷം ഈ പേയ്മെന്റ് കൊടുത്ത ശേഷമാണ് 2,775 GST എന്ന് പറഞ്ഞത്. ഇതെന്താ ചോദിച്ചു ഇത്രയും രൂപ അത് എക്സ്ട്രാ വരുന്നതാണ്. അപ്പൊ അതും കൂടെ അടയ്ക്കണം. ശരി ഞാൻ അടയ്ക്കാന്ന് ഞാൻ ക്ലിയർ ചെയ്തു. അതിന് ശേഷമാണ് ടിക്കറ്റ് തരുന്നത്. ടിക്കറ്റ് തന്നെ ഞാൻ കഴിഞ്ഞ മാസം 10 തീയതി കയറി അവിടെ ചെന്ന അവരോട് പറഞ്ഞു ചെന്ന ശേഷം അതിനന്ന് തന്നെ അതിന്റെ പിറ്റേ ദിവസമാണ് വർക്കിന് കയറ്റുന്നത്. വർക്കിന് കയറ്റി തന്നെ മണിക്കൂറാണ് അന്ന് തന്നെ നമുക്ക് പെയിന്റിംഗ് ശേഷം നമുക്ക് ഗ്രൈൻഡിങ് പിന്നെ പോരാത്തതിന് ഡ്രില്ലിങ് ഹാമറിങ് കട്ടിങ് അങ്ങനെ മറ്റു ജോലികളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് പറഞ്ഞ ജോലിയിലല്ല നിങ്ങളപ്പോ ചെന്നിട്ട് ചെയ്തത്. എന്താണ് നിങ്ങൾക്കുള്ള പരാതി? എന്താണ് നിങ്ങൾ എന്താണ് നോർത്ത് സെൻട്രൽ സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പരാതി? നമുക്ക് ജോലി കിട്ടുന്നില്ലേ? കാരണം എന്റെ ഇത്ര അവർ വർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് എത്ര പെയിന്റിംഗ് എന്ന് പറയുന്ന ചെയ്യാൻ പറ്റില്ല. ഞാൻ മാക്സിമം അവിടെ പിടിച്ചു നോക്കിയതിനു ശേഷം എത്ര ദിവസം നിന്നു? ഞാൻ അവിടെ ഒരു രണ്ടാഴ്ച ഞാൻ പിടിച്ചത് വളരെ ശാരീരികമായിട്ട് ഹെൽത്ത് കണ്ടീഷൻ വളരെ വീക്കായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ ചേർന്ന് അല്ല, എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം പേൾ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഈ കമ്പനിക്കെതിരായിട്ടാണ് നിങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത്. ദെൻ എന്താണ് പരാതി? എന്താണ്? എനിക്കത് പോകാൻ പറ്റുന്നില്ല. ഞാൻ ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കമ്പനി കുറച്ച് അവിടെ മുടക്കുന്നു. ആ പേയ്മെന്റ് നിങ്ങൾ തന്നിട്ടാണ് നിങ്ങൾ കിട്ടണം പറഞ്ഞു. ചേട്ടൻ എമൗണ്ട് വിസയും ടിക്കറ്റിന്റെ പൈസയും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ചോദിച്ചപ്പോൾ വിസയ്ക്കുള്ള പേയ്മെന്റും ടിക്കറ്റിനും എല്ലാം കമ്പനി ഫ്രീ ആയിരുന്നു. അപ്പൊ ഇവിടുന്ന് ഞാൻ പറഞ്ഞു എന്റെ ഏജൻസി എന്റെ ടിക്കറ്റിന്റെ എമൗണ്ട് ആയിട്ട് 20,000 രൂപയും പിന്നെ വിസയുടെ എമൗണ്ട് ആയിട്ട് 60,000 രൂപയും നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാം കമ്പനി വരുമ്പോൾ നിങ്ങളുടെ ഓഫർ ലെറ്റർ കയ്യിലുണ്ടോ? അതിനകത്ത് ഇതൊക്കെ ഫ്രീ ആണെന്ന് എഴുതിയിട്ടുണ്ടോ? പക്ഷെ ആ സമയത്ത് എനിക്ക് ഓഫർ പൈസ അടച്ചത് 60,000 രൂപ അടച്ചതിന് ശേഷമാണ് എനിക്ക് ഓഫർ ലെറ്റർ തന്നത് ഈ കമ്പനി. ഈ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്. പൈസ ശരിക്കും ചിലപ്പോൾ നിങ്ങളെ കയറ്റി വിടാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷനായിട്ടാണോ അവർ ഈ 80,000 രൂപ എടുത്തിരിക്കുന്നത്? അവര് പറഞ്ഞേക്കുന്നത് വിസയുടെയും പിന്നെ ടിക്കറ്റിന്റെ എമൗണ്ട് ആയിട്ടെന്ന് പറയാം. ടിക്കറ്റിന്റെ എമൗണ്ട് ഞാൻ 20,000 രൂപ ചെയ്തിട്ടുണ്ട്.
പിന്നെ ക്യാഷ് ആയിട്ട് 60,000 രൂപ എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ടാണ് മേടിച്ചത്. അവർ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ, അവർ അക്കൗണ്ട് വഴി മേടിക്കുന്നില്ല, അങ്ങനെ കൊണ്ടുപോയി മേടിക്കത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ക്യാഷ് ആയിട്ട് ഞാനും വൈഫും കൂടെ ആണ് ക്യാഷ് കൊണ്ടുപോയി കൊടുത്തത്. ക്യാഷ് കൊടുത്തതിന് വേറെ എന്തെങ്കിലും തെളിവുണ്ടോ? റെസിപ്റ്റോ കാര്യങ്ങളോ അങ്ങനെ തന്നിട്ടില്ല. അപ്പൊ താങ്കളുടെ കയ്യിൽ പൈസ കൊടുത്തു എന്നതിനുള്ള തെളിവില്ല. ക്യാഷ് കൊടുത്തതിന് തെളിവില്ല. അതിനുശേഷം കമ്പനി ചെന്നപ്പോഴാണ് അറിയുന്നത് വിസ ഫ്രീ ആണ്, ടിക്കറ്റ് എല്ലാം കമ്പനിയാണ്. അതിനുശേഷം ഞാൻ കമ്പനിക്ക് വീട്ടിൽ മാസം ക്യാഷ് അടവൊക്കെ വാങ്ങിയിട്ടാണ് അവിടുത്തെ 1,32,000 രൂപ അവർ കമ്പനി പേ ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വന്നത്. അവിടെ കുറെ ഒരു സംഘടന, മലയാളികളുടെ ഒരു സംഘടന ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പോലെ അങ്ങോട്ടേക്കാണ് തിരിച്ചു തന്നത്. ഇവിടെ വന്ന ശേഷം ഏജൻസി കേസ് കാര്യങ്ങളൊക്കെ ആയ സമയത്താണ് അവര് തരാൻ കൂട്ടാക്കുന്നത്. നമുക്ക് ഓൾറെഡി ഈ പൈസ നമ്മൾ കൊടുക്കുന്നത് ഈ നമ്മൾ കൊടുത്താണ്. പിന്നെ നമ്മൾ കമ്പനിയിൽ ആ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ബേസിൽ ഇവർക്ക് ഈ പൈസ കൊടുക്കേണ്ട കാര്യമുണ്ട്. എന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് എന്താ നിങ്ങളോട് പറഞ്ഞേ? തീരുമാനമായിട്ടല്ല പറഞ്ഞേക്കുന്നത്. ഒരു പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ കേസുമായിട്ട് എന്തെങ്കിലും കോടതി വാർത്തകളൊന്നും മേടിക്കാതെ ലൈനിലാണ് സംസാരിച്ചത്. ഫണ്ട് കേസുകളെല്ലാം സാധാരണ ഓൾറെഡി കേസുമായിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. യാതൊരു കാര്യമില്ല എന്നാണ് അപ്പൊ നിലവിൽ നിങ്ങളിപ്പോ സെൻട്രൽ സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണോ പോകാനായിട്ടാണ് തീരുമാനം? കാരണം ഈ ടിക്കറ്റും പിന്നെ വിസയും ഇത് രണ്ടും അവിടെ കമ്പനി ഫ്രീ ആയിട്ടാണ്. എന്റെ കൂടുതൽ 10 പേര്. ഇപ്പൊ എത്ര പേര് ഇതിന് പരാതിയുമായിട്ട് താങ്കളെ ബന്ധപ്പെട്ടിട്ടുണ്ട്? എനിക്ക് അവർക്ക് എന്റെ കൂടെ ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ് പോയത്. അപ്പൊ അവർക്ക് 3 പേർക്കും നല്ല ബുദ്ധിമുട്ടാവും. ഞാനടക്കം 3 പേര് ഈ കമ്പനിയിൽ തന്നെയാണ് പോയത്, ഇപ്പൊ ഏർലി ഇന്റർനാഷണൽ. ഈ കമ്പനിയിൽ നോക്കുമ്പോൾ ഞങ്ങൾ 4 പേരും പോയിട്ടുണ്ട്. 4 പേരും പോയിട്ട് എന്റെ കൂടെ വന്ന ഒരു 3 പേർക്ക് ഉണ്ട്. പിന്നെ അവരെ ഫാമിലി ആൾക്കാരൊക്കെയാണ്. അവര് എല്ലാരും ഇതുപോലെ പൈസ കൊടുത്തിട്ടുണ്ടോ? എല്ലാരും പൈസ കൊടുക്കുന്നുണ്ട്. മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പോകാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ വിസയും ടിക്കറ്റും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും രൂപയുടെ കിട്ടിയേക്കേണ്ട കാര്യമില്ല. അതൊന്നും ഇവിടെ കമ്പനി നമുക്ക് ഓപ്പണായിട്ട് വന്ന ശേഷമാണ് ഇതെല്ലാം പറയുന്നത്. കമ്പനി വരുന്നത് അപ്പൊ അങ്ങനെ പെട്ടുപോയി. കേസുകൾ പുറത്തേക്ക് പോകാൻ